ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രവാസികൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അധികൃതർക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. എംബസിയിലെയും കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി ഇത്തരം സംവിധാനങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും അംബാസഡർ പറഞ്ഞു. സൗദിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അഹമ്മദ് ജാവേദ് പറഞ്ഞു. ഇന്ത്യൻ സ്കൂളുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കും. പിടിച്ചുപറി ഉൾപ്പെടെ ഇന്ത്യൻ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ സൗദി അധികൃതർക്ക് മുമ്പിൽ എത്തിക്കുമെന്നും അംബാസഡർ പറഞ്ഞു. എംബസി ഓഡിറ്റോറിയം പൊതുപരിപാടികൾക്ക് വിട്ടുനൽകണമെന്ന ആവശ്യത്തെക്കുറിച്ച് പഠിക്കുമെന്നും അംബാസഡർ ഉറപ്പു നൽകി. റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ 80ഓളം ഇന്ത്യൻ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. വിവിധ സംഘടനാ നേതാക്കളും വ്യവസായ പ്രമുഖരും അംബാസഡറെ ബൊക്കെ നൽകി സ്വീകരിച്ചു. അംബാസഡർ ഭാര്യ ഷബ്നം ജാവേദിനും ചടങ്ങിൽ സ്വീകരണം നൽകി. നോർക്ക ജനറൽ കൺസൾട്ടന്റ് ഷിയാബ് കുട്ടുകാട്, സുഹൈൽ അഹമ്മദ്, AR സലീം, ഇംതിയാസ് അഹമ്മദ്, ബാലചന്ദ്രൻ നായർ, ഷഹീം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. എംബസി DCM ഹേമന്ത് കോട്ടൽവാർ, ഫസ്റ്റ് സെക്രട്ടറി അനിൽ നോട്ടിയാൽ, സെക്കൻഡ് സെക്രട്ടറി ഹിഫ്സ് റഹ്മാൻ തുടങ്ങിയ നയതന്ത്ര ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്.